നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ലാസ്റ്റത്തെ 2 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 5ാമത്തെ ചോദ്യം. In the picture below, the midpoint of the sides of the blue triangle are joined to make the smaller green triangle. The red line is a median of the large triangle. Prove that this median bisects the top side of the small triangle. രണ്ടാമതായിട്ട് നോക്കേണ്ടത് prove that the centroid of the large and small triangles are the same. നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്നത് ലാർജ് ട്രയാങ്കിൾ ആയ ABC-യുടെ ഒരു മീഡിയൻ ആണ്. ആ മീഡിയൻ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ടോപ്പ് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FE എന്ന ലൈനിനെ ബൈസെക്ട് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് FGയും GEയും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. FG ഈക്വൽ ടു GE എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തത് പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് DECF എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററൽ ഒന്ന് എടുക്കാം. ആ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രാം ആണോ? അതെ അല്ലേ, അതൊരു പാരലോഗ്രാം ആണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ പ്രൂവ് ചെയ്തിരിക്കുന്നത്? പാരലോഗ്രാം ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യേണ്ടത്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലും ആണെങ്കിൽ അതൊരു പാരലോഗ്രാം ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 2 ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലും ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പോവാ. അത് രണ്ടും ഈക്വൽ ആയിരിക്കുമോ? ഈ സൈഡ് എങ്ങനെ വരച്ചിരിക്കുന്നത്? ഈ ലാർജ് ട്രയാങ്കിളിന്റെ 2 സൈഡുകളിലെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്താണ് വരച്ചിരിക്കുന്നത് അല്ലെ. അങ്ങനെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലും ആയിരിക്കും, അതിന്റെ ഹാഫും ആയിരിക്കും അല്ലെ. അതായത് DE എന്ന് പറയുന്നത് AC-ക്ക് പാരലും ആയിരിക്കും, അതിന്റെ ഹാഫും ആയിരിക്കും. FCയും AC-യുടെ ഹാഫ് തന്നെയല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? FCയും DEയും ഈക്വലും ആയിരിക്കും, അത് പാരലും ആയിരിക്കും. അതുകൊണ്ട് DECF എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം അല്ലേ. DECF ഈസ് എ പാരലോഗ്രാം. അങ്ങനെയാണെങ്കിൽ FEയും DCയും ആ പാരലോഗ്രാമിന്റെ ഡയഗണൽസ് അല്ലേ. FE ആൻഡ് DC ആർ ഡയഗണൽസ് ഓഫ് ദ പാരലോഗ്രാം. നമുക്കറിയാം ഒരു പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യൂ അല്ലെ. അതായത് ഈ 2 ഡയഗണൽസും പരസ്പരം ബൈസെക്ട് ചെയ്യൂ അല്ലെ. ദീസ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. FE എന്ന് പറയുന്ന ഒരു ഡയഗണൽ അല്ലേ. അതായത് FGയും GEയും ഈക്വൽ അല്ലേ. അതായത് നമുക്ക് എന്ത് കിട്ടി? FGയും GEയും ഈക്വൽ ആയിട്ട് കിട്ടി അല്ലേ. ദാറ്റ് ഈസ് FG ഈക്വൽ ടു GE ആയിട്ട് നമുക്ക് കിട്ടി. അതല്ലായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? Prove that the centroid of the large and small triangles are same. എന്താ സെൻട്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിളിന്റെ 3 മീഡിയനുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നോക്കിക്കേ, ലാർജ് ട്രയാങ്കിളിന്റെ മീഡിയൻ ആണ് ഏത്? DC എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്മോളർ ട്രയാങ്കിളിന്റെ മീഡിയനോ? ഇതാണ് നമ്മുടെ സ്മോളർ ട്രയാങ്കിൾ അല്ലെ. ആ സ്മോളർ ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ്, അതായത് ഡിയിൽ നിന്ന് ഒരു മീഡിയൻ വരച്ചാൽ അത് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്കല്ല വരയ്ക്കേണ്ടത്. അതായത് FEയുടെ മിഡ് പോയിന്റിലേക്ക്. FEയുടെ മിഡ് പോയിന്റ് അല്ലേ G എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലാർജർ ട്രയാങ്കിളിന്റെ ഈ മീഡിയൻ തന്നെയല്ലേ ആ സ്മോളർ ട്രയാങ്കിളിന്റെ മീഡിയനും. ഡിയിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡായ FEയുടെ മിഡ് പോയിന്റിലേക്കല്ലേ ഇത് വരച്ചേക്കുന്നേ. അതുകൊണ്ട് ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത് സ്മോളർ ട്രയാങ്കിളിന്റെ മീഡിയനും കൂടെയാണ്. ഏതൊരു വെർട്ടെക്സിൽ നിന്ന് മീഡിയനുകൾ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ലാർജർ ട്രയാങ്കിളിന്റെയും സ്മോളർ ട്രയാങ്കിളിന്റെയും മീഡിയനുകൾ സെയിം ആയിട്ട് തന്നെ വരും. അതുകൊണ്ട് അവ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളും സെയിം തന്നെയായിരിക്കൂലേ. അതായത് ലാർജർ ട്രയാങ്കിളിന്റെയും സ്മോളർ ട്രയാങ്കിളിന്റെയും സെൻട്രോയിഡ് സെയിം ആയിട്ട് നമുക്ക് കിട്ടും. അതായത് സിൻസ് ദ മീഡിയൻസ് ഓഫ് ലാർജർ ആൻഡ് സ്മോളർ ട്രയാങ്കിൾസ് ആർ സെയിം, ദ സെൻട്രോയിഡ് ഈസ് ഓൾസോ സെയിം. വലിയ ട്രയാങ്കിളിന്റെ മീഡിയനിന്റെ ഒരു പാർട്ടാണ് ചെറിയ ട്രയാങ്കിളിന്റെ മീഡിയൻ. അതുകൊണ്ട് സെൻട്രോയിഡുകളും സെയിം ആയിരിക്കും. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ ബിലോ H is the orthocenter of the triangle ABC. Prove that A is the orthocenter of the triangle HBC. ഇവിടെ നമുക്ക് 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ ട്രയാങ്കിൾ ABC. ABCയുടെ ഓർത്തോസെന്റർ ആണ് H എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
നമ്മുടെ ഈ ചെറിയ ട്രയാങ്കിൾ അതായത് HBCയുടെ ഓർത്തോ സെന്റർ ആണ് A എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എന്താ? H എന്ന് പറയുന്നത് ABCയുടെ ഓർത്തോ സെന്റർ ആണ് എന്നല്ലേ പറയുന്നത്. അതായത് എന്താ ഓർത്തോ സെന്റർ? ആൾട്ടിറ്റ്യൂഡുകളെല്ലാം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഓർത്തോ സെന്റർ അല്ലെ? അങ്ങനെയാണെങ്കിൽ BH എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡിന്റെ ഒരു പാർട്ട് അല്ലേ? അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാനായിട്ട് പോവാ. ഈ ആൾട്ടിറ്റ്യൂഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാനായിട്ട് പോവാ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഡിഗ്രിയാണ്? ഇത് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? അതുപോലെ തന്നെ സിയിൽ നിന്നുള്ള ആൾട്ടിറ്റ്യൂഡും ഇങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ചെയ്യാം അല്ലെ? ഇവിടെ നേരെ AB എന്ന് പറയുന്ന സൈഡിൽ ടച്ച് ചെയ്യും. അപ്പോൾ ഇതും പെർപെൻഡിക്കുലർ ആണല്ലോ, 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ചെറിയ ട്രയാങ്കിളിന്റെ അതായത് HBCയുടെ ഓർത്തോ സെന്റർ ആണ് A എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഞാനിവിടെ HBC എന്ന ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡുകൾ വരയ്ക്കാനായിട്ട് പോവാം. അപ്പോൾ ഒരു വെർട്ടെക്സ് ആയ ബിയിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ HCയിലേക്ക് ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കാം അല്ലെ? ആൾട്ടിറ്റ്യൂഡ് 90 ഡിഗ്രി ആയിരിക്കണ്ടേ? അപ്പോൾ ബിയിൽ നിന്ന് വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡ് HC എന്ന് പറയുന്ന ഈ സൈഡിലല്ല 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്, അതിന് പുറത്താണ് അല്ലെ? ബിയിൽ നിന്ന് ഇങ്ങനെ വരച്ചാലേ ഇവിടെ 90 ഡിഗ്രി ആകത്തുള്ളൂ. അതായത് ഞാനിവിടെ D എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ BD ആയിരിക്കും B എന്ന് പറയുന്ന ഈ വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡ്. ഇനി ഞാൻ സിയിൽ നിന്ന് ആൾട്ടിറ്റ്യൂഡ് വരച്ചാലോ? സിയിൽ നിന്ന് ആൾട്ടിറ്റ്യൂഡ് വരച്ചാലും ഈ സൈഡിൽ അത് മീറ്റ് ചെയ്യത്തില്ല. കാരണം 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നത് ഇവിടെയാണ് 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നത് അല്ലെ? അതായത് BH എന്ന് പറയുന്ന ഈ സൈഡിന് വെളിയിലാണ് 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ E എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ CE ആയിരിക്കും ചെറിയ ട്രയാങ്കിളിന്റെ C എന്ന ഈ വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡ്. ഇനി ഞാൻ ഈ രണ്ട് ആൾട്ടിറ്റ്യൂഡ് നീട്ടിവിടാനായിട്ട് പോവാ. അതായത് BDയും നീട്ടിവിട്ടു, CEയും നീട്ടിവിട്ടു. അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ ഓർത്തോ സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നീട്ടിവിട്ടാലേ അത് മീറ്റ് ചെയ്യത്തുള്ളൂ. ഞാൻ ഇത് രണ്ടും നീട്ടിവിട്ടു. അപ്പോൾ A എന്ന് പറയുന്ന ഈ ബിന്ദുവിലാണ് അത് ഇന്റർസെക്ട് ചെയ്യുന്നത് അല്ലെ? അതായത് ആൾട്ടിറ്റ്യൂഡുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ ഓർത്തോ സെന്റർ? അതെവിടെയാ മീറ്റ് ചെയ്യുന്നത്? Aയിലാണ് മീറ്റ് ചെയ്യുന്നത് അല്ലെ? അതായത് നമുക്ക് എന്ത് പറയാം? A is the ortho center of the triangle HBC. HBCയുടെ ഓർത്തോ സെന്റർ ആരാണ്? A ആണ്. A is the ortho center of the triangle HBC. ഈ ചെറിയ ട്രയാങ്കിൾ HBCയുടെ ഓർത്തോ സെന്റർ A ആണ്.